പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, 10ാം ക്ലാസ് മാത്സ് ചാപ്റ്റർ 1 സമാന്തര ശ്രേണികൾ എന്ന ഈ പാഠഭാഗത്തിന്റെ 5 ചോദ്യങ്ങളിലായിട്ട് 5ാമത്തെ ക്വസ്റ്റ്യനിൽ ഓരോ പാർട്ടായിട്ട് 4 ചോദ്യങ്ങളുണ്ട്. അതിൽ 3 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് 4ാമത്തെ ക്വസ്റ്റ്യനാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവരും ക്ലാസ്സൊക്കെ നല്ല ശ്രദ്ധിച്ച് കേൾക്കുക. തുടക്കമാണ്, പല പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. എന്ത് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ച് സംശയ നിവാരണം നടത്തുക എന്നറിയിക്കുകയാണ്. അപ്പോൾ നേരെ ചോദ്യത്തിലേക്ക് അടുക്കുകയാണ്. 5ാമത്തെ ചോദ്യത്തിൽ 4ാമത്തെ പാർട്ടായിട്ട് വരും. ഇങ്ങനെ തുടർന്നാൽ, അതായത് മുകളിൽ നമ്മളൊരു ത്രികോണം ഉണ്ട്. ആ ത്രികോണത്തിൻ്റെ ഓരോ ചോദ്യത്തിനും കട്ട് ചെയ്ത ത്രികോണത്തിൻ്റെ ഒക്കെ പരപ്പളവും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം മുകളിലുണ്ട്. അപ്പോൾ ഓരോ ചിത്രത്തിലും ചുവന്ന ത്രികോണങ്ങളുടെ ആകെ പരപ്പളവ് കാണുക എന്ന് 3 ത്രികോണം ഉണ്ട്. അതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ശ്രേണി, 3 സംഖ്യകളുടെ ശ്രേണി നമ്മൾ കണ്ടുപിടിച്ചു. എങ്ങനെ വരിക? 3/4, 3/4, 9/16, 27/64 എന്നുള്ള 3 സംഖ്യകൾ കണ്ടു. അതില് 3/4 ഒന്നാമത്തെ സംഖ്യ, രണ്ടാമത്തെ 9/16 അല്ലെ? ആദ്യത്തെ 5 സംഖ്യകളാണ്. ചോദ്യം എന്താ വരുന്നത്? ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ഈ 3 ശ്രേണികളെയും ആദ്യത്തെ 5 സംഖ്യകൾ എഴുതുക എന്നുള്ളതാണ്. ആദ്യത്തെ 5 ശ്രേണികൾ, ഒരു 5 സംഖ്യകൾ, തുടർച്ചയായിട്ടുള്ള 5 സംഖ്യകൾ എഴുതുക എന്നുള്ളതാണ് ഈ ശ്രേണിയിലെ. അപ്പോൾ ഒന്നാമത്തെ സംഖ്യ 3/4 ആണ്. ഒന്നാമത്തെ സംഖ്യ 3/4 ആണ്. രണ്ടാമത്തെ 9/16 ആണ്. മൂന്നാമത്തെ 27/64 ആണ്. 3/4 ഉള്ള ഒന്നാമത്തെ സംഖ്യ നമുക്ക് രണ്ടാമത്തെ സംഖ്യ കിട്ടിയത് 9/16 ആണ്. അപ്പൊ ഒന്നാമത്തെയും രണ്ടാമത്തെയും സംഖ്യ നോക്കിയാൽ എന്താ മനസ്സിലാക്കുന്നത്? 3ൽ നിന്ന് 9 കിട്ടി. അതായത് 3ൽ നിന്ന് 3 ഗുണിച്ചാൽ 9 കിട്ടും അല്ലെ? അതേപോലെ തന്നെ 4ൽ നിന്ന് 16, അതായത് 4ൽ നിന്ന് 4 ഗുണിച്ചാൽ 16 കിട്ടും. 3 × 3 എന്ന് പറഞ്ഞാൽ 9 ആണ്. 4 × 4 എന്ന് പറഞ്ഞാൽ 16 ആണ്. അപ്പൊ ഒന്നാമത്തെ സംഖ്യയിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യ കിട്ടാനുള്ള മാർഗമാണ് 3ൽ നിന്ന് 3 ഗുണിച്ചു, 4ൽ നിന്ന് 4 ഗുണിച്ചു എന്നതുപോലെ 2ഉം 3ഉം സംഖ്യകൾ നോക്കുക. 9ൽ നിന്ന് ഇതേ സംഖ്യ ഗുണിച്ചാൽ എത്ര കിട്ടുക? 27. 16ൽ നിന്ന് ഇതേ സംഖ്യ ഗുണിച്ചാൽ 64 അല്ലെ? 9 × 3 27, 16 × 4 64. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ അടുത്ത സംഖ്യ എത്ര ആയിരിക്കും? 27 × 3 എത്ര വരിക? നമുക്കറിയാം 27 × 3 എത്രയാണ്? 81/64 × 4 എത്ര വരിക? 64നെ 4 കൊണ്ട് ഗുണിച്ചാൽ, 64നെ 4 കൊണ്ട് ഗുണിച്ചാൽ എത്ര വരിക? 256. 256 ഇതാണ് നാലാമത്തെ സംഖ്യ. അഞ്ചാമത്തെ സംഖ്യ എത്ര ആയിരിക്കും? അതായത് ഒന്നാമത്തെ സംഖ്യ 3/4, രണ്ടാമത്തെ 9/16, മൂന്നാമത്തെ 27/64, നാലാമത്തെ നമ്മൾ കണ്ടുപിടിച്ച് എത്രയാണ്? 81/26. എങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ എത്ര ആയിരിക്കും? അംശത്തിൽ എത്ര വരിക? അഞ്ചാമത്തെ സംഖ്യയുടെ 81 × 3 എത്ര വരിക? 81 × 3 പറഞ്ഞാൽ 200. അതെങ്ങനെ കണ്ടുപിടിക്കുക? 81 × 3 ഗുണിക്കുകയാണ് ഇവിടെ. 1 3 3, 8 3 24 എത്ര വരിക? 243 അല്ലേ? അത് ഗുണിച്ചാൽ കിട്ടൂലേ? 81നെ 3 ആയിട്ട് ഗുണിച്ചാൽ 243 എന്ന് കിട്ടും. അതിന്റെ ക്രിയയാണത്. അതുപോലെ തന്നെ അടുത്ത സംഖ്യത്തിലാണ് 256നെ 256നെ നമുക്ക് എത്രയായിട്ട് ഗുണിക്കണം? 4 ആയിട്ട് ഗുണിക്കണം അല്ലെ? 6 4 24, 4 ശേഷം 2, 5 4 20, 2 22 ശേഷം 2, 2 4 8 2 10 എത്ര കിട്ടണേ? 1024. അപ്പൊ ഇവിടെ ഛേദത്തിന്റെ അവിടെ ഈ 1024 അംശം 243. അപ്പൊ 5 സംഖ്യ കിട്ടിയില്ലേ? ഒന്നാമത്തെ സംഖ്യ എത്രയാണ്? 3/4, രണ്ടാമത്തെ 9/16, മൂന്നാമത്തെ 27/64, നാലാമത്തെ 81/256, പിന്നത്തെ 243/1024 കിട്ടില്ല? ഈ 5 സംഖ്യകളാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അടുത്ത ഹെഡിങ് ആണ് സമാന്തര ശ്രേണികൾ എന്നുള്ളത്. സമാന്തര ശ്രേണികൾ എന്നുള്ള അടുത്ത ഹെഡിങ് ആണ്. അതായത്
പേജ് നമ്പർ 10 സമാന്തര ശ്രേണികൾ എന്നുള്ളതാണ്. അതിൽ ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ കുറച്ച് ശ്രേണികളായിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ ശ്രേണി 1, 2, 3, 4 തുടർന്നിങ്ങനെ പോകുന്ന ഒരു എണ്ണൽ സംഖ്യകളാണ്. അതായത് 1, 2, 3, 4 എന്നുള്ള എണ്ണൽ സംഖ്യകൾ. രണ്ടാമത്തത് 1, 3, 5, 7, 9 അല്ലേ? ഇത് എന്താണ്? 1, 3, 5, 7 ഒറ്റ സംഖ്യകളാണ്. അതുപോലെ തന്നെ 2, 4, 6, 8, 10 എന്ന ഇരട്ട സംഖ്യാ ശ്രേണി. പിന്നെ 5, 10, 15, 20 അതായത് 5ന്റെ ഗുണിതങ്ങൾ അടങ്ങിയ ഒരു ശ്രേണി. അടുത്തത് നോക്കുക 1, 4, 9, 16, 25. ഇതെന്താണ്? ഭാജ്യസംഖ്യകൾ അല്ലേ? 1, 4, 9, 16, 25 എന്നുള്ള ഭാജ്യ സംഖ്യകളാണ് അടുത്ത ശ്രേണി. ഇതിൽ സമാന്തര ശ്രേണികൾ എന്നുള്ള ഈ ഹെഡിങ് ആണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. എണ്ണൽ സംഖ്യകൾ നോക്കുക. 1, 2, 3, 4. 1 കഴിഞ്ഞിട്ടുള്ള അടുത്ത സംഖ്യ എത്രയാണ്? ഇതിൽ ആദ്യത്തെ സംഖ്യ 1 ആണ്, രണ്ടാമത്തെ സംഖ്യ 2, മൂന്നാമത്തെ സംഖ്യ 3, നാലാമത്തെ സംഖ്യ 4. അങ്ങനെയാണെങ്കിൽ 1 കഴിഞ്ഞുള്ള അടുത്ത സംഖ്യ എത്രയാണ്? 2. അതായത് 1ൽ നിന്ന് 1 കൂട്ടിയതാണ് എന്ത്? 2. പിന്നെ അടുത്ത നോക്കുക 2 കഴിഞ്ഞിട്ട് 3, 3 കഴിഞ്ഞിട്ട് 4. എണ്ണൽ സംഖ്യ. പൊതുവെ എണ്ണൽ സംഖ്യകൾ എത്രയായിരിക്കും? ഓരോന്ന് എണ്ണുമ്പോൾ 1ൽ നിന്ന് 1 കൂട്ടിയത് 2, 2ൽ നിന്ന് 1 കൂട്ടിയത് 3, 3ൽ നിന്ന് 1 കൂട്ടിയത് 4. അങ്ങനെ എണ്ണൽ സംഖ്യ അങ്ങനെ നീണ്ടു പോകുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത ശ്രേണിയാണ് 1, 3, 5, 7. ഇവിടെ എന്താ വ്യത്യാസം? ഇവിടെ 1 കഴിഞ്ഞിട്ട് 3 ആണ്. അതായത് 1ൽ നിന്ന് 2 കൂട്ടിയതാണ് 3, 1ൽ നിന്ന് 2 കൂട്ടിയാൽ 3, 3ൽ നിന്ന് 2 കൂട്ടിയാൽ 5, 5ൽ നിന്ന് 2 കൂട്ടിയത് 7, 7ൽ നിന്ന് 2 കൂട്ടിയത് 9. ഇങ്ങനെ തുടർന്ന് പോകുന്ന സംഖ്യയാണ്, അതായത് ഒറ്റ സംഖ്യ. അടുത്തത് 2, 4, 6, 8, 10. 2ൽ നിന്ന് 2 കൂട്ടിയാൽ 2, 2ൽ നിന്ന് 2 കൂട്ടിയാൽ 4, 4ൽ നിന്ന് 2 കൂട്ടിയാൽ 6, 6ൽ നിന്ന് 2 കൂട്ടിയാൽ 8. അങ്ങനെ തുടർന്ന് പോകുന്ന ഇരട്ട സംഖ്യകളാണ്. പിന്നെ 5ന്റെ ഗുണിതങ്ങളാണ്. അതായത് 5ൽ നിന്ന് 5 കൂട്ടിയാൽ 10, 10ൽ നിന്ന് 5 കൂട്ടിയാൽ 15, 15ൽ നിന്ന് 5 കൂട്ടിയാൽ 20, 20ൽ നിന്ന് 5 കൂട്ടിയാൽ എത്രയാണ്? 25. അങ്ങനെ തുടർന്ന് പോകും. അടുത്തത് 1, 4, 9, 16. അതായത് അതൊരു ശ്രേണിയാണ്. പിന്നെ മുകളിൽ പറഞ്ഞ മാതിരിയല്ല, അത് ഞാൻ തുറന്ന് പറഞ്ഞു തരാം. ശ്രേണി തന്നെയാണ്, കാരണം ഭാജ്യസംഖ്യകളാണ്, ഹരിക്കാൻ പറ്റിയ സംഖ്യകളാണ്. ഇതിനെ 1 കൊണ്ട് 1 ഫസ്റ്റത്തെ സംഖ്യ എന്നുള്ള ആൾക്ക്, രണ്ടാമത്തത് 2 കൊണ്ട് ഹരിക്കാൻ പറ്റും, മൂന്നാമത്തത് 3 കൊണ്ട് വിഭജിക്കാൻ പറ്റുന്ന സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് സമാന്തര ശ്രേണികളായിട്ട് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ഈ ശ്രേണികളൊക്കെ സമാന്തര ശ്രേണികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അർത്ഥം? അതായത് 1ൽ നിന്ന് അടുത്ത സംഖ്യ കിട്ടുമ്പോൾ അതേ സംഖ്യനെ കൂട്ടുക. അതായത് 1ൽ നിന്ന് 1 കൂട്ടിയാൽ 2, 2ൽ നിന്ന് 1 കൂട്ടിയാൽ 3 അല്ലേ? ഇതിൽ നിന്ന് 1ൽ നിന്ന് 2 കൂട്ടിയാൽ 3, 3ൽ നിന്ന് 2 കൂട്ടിയാൽ 5. ഇങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ സമാന്തര. അതായത് ഇതിൽ 1 കൂട്ടിക്കൊണ്ടിരിക്കുന്നത്, ഇതിൽ 2 കൂട്ടിക്കൊണ്ടിരിക്കുന്നത്, ഇതിലും 2 കൂട്ടിക്കൊണ്ടിരിക്കുന്നത്, ഇതിൽ 5 കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഫസ്റ്റത്തെ 4 ശ്രേണിയിൽ നിന്നും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, ഏതൊരു സംഖ്യയുടെയും അടുത്ത സംഖ്യ കണ്ടുപിടിക്കാൻ ആദ്യത്തെ 2 സംഖ്യകളുടെ ആദ്യ സംഖ്യകൾ ശ്രദ്ധിച്ചാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യത്തിൽ എത്താം. ഇങ്ങനെ ഒരു സംഖ്യയിൽ നിന്നും തുടങ്ങി ഒരേ സംഖ്യ തന്നെ കൂട്ടി കിട്ടുന്ന ശ്രേണിയെയാണ് നമ്മൾ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്നത്. ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യകൾ തന്നെ, ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ കൂട്ടി കിട്ടുന്ന സംഖ്യ. ഇപ്പൊ ഇവിടെ ഒരു സംഖ്യയിൽ നിന്ന് നമുക്ക് 1 എന്നുള്ള സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ കൂട്ടുകയാണ്. 1ൽ നിന്ന് 1 കൂട്ടിയാൽ 2, 2ൽ നിന്ന് കൂട്ടിയാൽ 3, 3ൽ നിന്ന് 1 കൂട്ടിയാൽ 4. ഒരേ സംഖ്യയാണ് കൂട്ടുന്നത്. ഇങ്ങനെ കൂട്ടിക്കിട്ടുന്ന സംഖ്യകളെയാണ് സമാന്തര ശ്രേണികൾ എന്ന് പറയുന്നത്. ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ കൂട്ടിക്കിട്ടുന്ന ശ്രേണിയെയാണ് സമാന്തര ശ്രേണികൾ എന്ന് പറയുന്നത്. അപ്പൊ സമാന്തര ശ്രേണികൾ എന്നുള്ള ഈ ഹെഡിങ് ശ്രദ്ധിക്കുക. ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ കൂട്ടി കിട്ടുന്ന സംഖ്യ, അതിനെയാണ് സമാന്തര ശ്രേണികൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫസ്റ്റത്തെ 4 സമാന്തര ശ്രേണിയാണ്. നമുക്ക് കണ്ടുപിടിച്ചാലല്ലോ, ഒന്നാമത്തെ 1 ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോവാണ്, രണ്ടാമത്തെ 2 കൂട്ടി പോവാണ്, മൂന്നാമത്തത് 2 കൂട്ടി പോവാണ്, നാലാമത്തത് 5 ഇങ്ങനെ കൂട്ടി പോകുന്ന സംഖ്യയാണ്. അപ്പോ ഈ ഒന്നാമത്തെ പദം, അതായത് ടേംസ് എന്ന് നമ്മൾ പറയാം. ഓരോ സംഖ്യകളുടെയും ഇതിനെ പറയുന്ന പേരാണ് പദങ്ങൾ എന്ന് പറയാം, ടേംസ്. അതായത് 1-ാം പദം, 2-ാം പദം, 3-ാം പദം, 4-ാം പദം എന്നുള്ളതാണ് ഈ ശ്രേണിയിൽ. ഇതിലോ 1-ാം പദം എത്രയാണ്? 1, 2-ാം പദം 3, 3-ാം പദം 5, 4-ാം പദം 7. അതായത്
പിന്നെ ഒരേ സംഖ്യ തന്നെ കൂട്ടി കൂട്ടി പോവാ അല്ലേ? കാര്യം മനസ്സിലായി? സമാന്തര ശ്രേണിയിൽ എന്താണെന്ന് മനസ്സിലായില്ല? ഒന്നിൽ നിന്ന് ഒന്ന് കൂട്ടിയ 2, 2ൽ നിന്ന് 1. ഇത് എണ്ണൽ സംഖ്യയാണ്. ഇത് ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 1ൽ നിന്ന് 2 കൂട്ടിയാൽ 3, 3ൽ നിന്ന് 2 കൂട്ടിയാൽ 5, 5ൽ നിന്ന് 2 കൂട്ടിയാൽ 7. ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരേ സംഖ്യയെ കൂട്ടിപ്പോകുന്ന സംഖ്യകളെയാണ് അല്ലെങ്കിൽ ശ്രേണിയെയാണ് സമാന്തര ശ്രേണികൾ എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ഞാനൊരു ശ്രേണി കൊടുത്തിട്ടുണ്ട്. 50, 40, 30, 20. ഇതൊരു ശ്രേണിയാണ്. അതായത് സാധാരണ നമ്മൾ എണ്ണുമ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക്, ഇത് നേരെ തിരിച്ചാണ്. 50, 40, 30, 20. അടുത്ത ശ്രേണി, അടുത്ത സംഖ്യ എത്രയായിരിക്കും? 10 ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ ശ്രേണിയിൽ ഇത് ഒരു സമാന്തര ശ്രേണിയാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കുക? 50ൽ നിന്ന് എത്രയാണ് കുറച്ചത്? 40. 50ൽ നിന്ന് 40 കിട്ടണമെങ്കിൽ എത്രയാണ് കുറക്കുക? -10. 10 അല്ല, -10. ഇവിടെ മൈനസ് ചെയ്താൽ പ്രത്യേകം ശ്രദ്ധിക്കണം. -10 അല്ലെ? 40ൽ നിന്ന് -10 കുറച്ചാൽ 30 കിട്ടും. അപ്പൊ ഇവിടെ എത്രയാണ് കുറച്ചത്? -10 അല്ലെ? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഏത് സംഖ്യയെയും ഈ ശ്രേണിയിലെ ഏത് സംഖ്യയിലെയും ഫസ്റ്റത്തെയും രണ്ടാമത്തെയും സംഖ്യ കുറച്ചാൽ -10 കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ശ്രേണി എന്തായിരിക്കും? സമാന്തര ശ്രേണി ആയിരിക്കും. ഞാൻ അടുത്തൊരു ചോദ്യം, അടുത്തൊരു നോക്കി, 360, 360, 360 അല്ലെ? ഇതൊരു ശ്രേണിയാണ് അല്ലെ? ഇത് എത്രയാണ് കൂട്ടുക? 360നെ 360 കിട്ടണമെങ്കിൽ എത്രയാണ് കൂട്ടിയിട്ടുണ്ടാവുക? 0 അല്ലെ? 360നെ 0 കൂട്ടിയാൽ 360, 360നെ 0 തെറ്റ് കൂട്ടിയാൽ വീണ്ടും 360. അപ്പോൾ ഇതും ഒരു സംഖ്യാ ശ്രേണിയാണ്. അടുത്തത് ശ്രദ്ധിക്കുക, 1/2. 1/2 കാരണം എത്രയാണ്? അര അല്ലെങ്കിൽ 0.5 എന്നും പറയാം അല്ലെ? 1/2, 1, 1.5, 2, 2.5. ഇതാണ് ശ്രേണി. 1/2നെ 1 കിട്ടി, അതായത് അരയും 1ഉം, പിന്നെ അര 1, 1.5. അതായത് അരയോട് അരയും കൂടി കൂട്ടിയാൽ 0.5 കൂടി, 0.5നോട് 0.5 കൂട്ടിയാൽ 1, പിന്നെ 1/5 എന്നാണ് വരിക. അതായത് 0.5 കൂട്ടി കൂട്ടി ഇങ്ങനെ പോവാണ് അല്ലെ? ഇതും എന്താണ്? സംഖ്യാ ശ്രേണിയായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു പദത്തിൽ നിന്ന് തൊട്ട് മുമ്പത്തെ പദം കുറച്ചാൽ ഒരേ സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ ആ സമാന്തര ശ്രേണിയെ പൊതുവ്യത്യാസം എന്ന് പറയുന്നു. അതായത് ഏതെങ്കിലും ഒരു പദത്തിൽ നിന്ന് തൊട്ട് മുമ്പത്തെ പദം കുറച്ചാൽ ഒരേ സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ സമാന്തര ശ്രേണിയിലെ ആ സംഖ്യയെ നമ്മൾ എന്ത് പറയാം? പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയാം. കോമൺ ഡിഫറൻസ് എന്താണ്? ഏതെങ്കിലും ഒരു പദത്തിൽ നിന്ന് തൊട്ട് മുമ്പത്തെ പദത്തെ, അതായത് ഫസ്റ്റ് 2 സംഖ്യകൾ, ഈ 2 സംഖ്യകൾ എടുത്താൽ അടുത്തടുത്ത 2 സംഖ്യകൾ നമ്മൾ എടുത്തു, അതിൽ നിന്ന് തൊട്ടടുത്ത സംഖ്യകൾ കുറച്ചാൽ ഒരേ സംഖ്യകളാണ് കിട്ടുന്നതെങ്കിൽ ആ സംഖ്യയെ പറയുന്ന പേരാണ് കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം എന്ന് പറയും. സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം ശരിക്കും ശ്രദ്ധിക്കുക. അത് SSLC പരീക്ഷയിലൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ഏതെങ്കിലും ഒരു പദത്തിൽ നിന്ന് തൊട്ട് മുമ്പത്തെ പദം കുറച്ചാൽ ഒരേ സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ ആ സംഖ്യയെ പറയുന്ന പേരാണ് പൊതുവ്യത്യാസം. അപ്പൊ ഇവിടെ 50നെ 40, 50, 40, 30. 50നെ 40 കിട്ടണമെങ്കിൽ നമ്മൾ -10 കൊണ്ട് കൂട്ടണം അല്ലെ? 40നെ -10 കൊണ്ട് കൂട്ടിയാൽ 30. അപ്പോൾ -10 എന്ന് പറയുന്നതിന്റെ പേരാണ് പൊതുവ്യത്യാസം. ഇവിടെ എത്രയാണ് പൊതുവ്യത്യാസം വരിക? 360, 360, 300. അതായത് ഈ 360നെ 360 കുറച്ചാൽ എത്രയാണ് കിട്ടുക? 0 ആണ് കിട്ടുക. ഏത് അടുത്തടുത്ത സംഖ്യകളെയും കുറച്ചാൽ പൊതുവ്യത്യാസം കിട്ടുന്നത് ഒരേ സംഖ്യയാണ് എങ്കിൽ അത് സമാന്തര ശ്രേണി ആയിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അതിന് പറയുന്ന പേരാണ് പൊതുവ്യത്യാസം. സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം 2, 4, 6, 8 അല്ല, ഇതിൽ എങ്ങനെയാണ് പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക? എന്താണ്? അടുത്തടുത്ത സംഖ്യകളെ എന്താണ് പൊതുവ്യത്യാസം കാണാനുള്ള ഇത് പറഞ്ഞത്? ഏതെങ്കിലും ഒരു പദത്തിൽ നിന്ന് തൊട്ട് മുമ്പത്തെ പദം കുറച്ചാൽ ഒരേ സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ അതിന് പറയുന്നതാണ്, ആ സംഖ്യ പറയുന്ന പേരാണ് പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ്. ഇവിടെ അടുത്തടുത്ത സംഖ്യകൾ ഏതൊക്കെയാണ്? 2, 4, 6, 8. എത്രയാണ്? 4,
-2 സമത്ര വരിക 2. ഇവിടെ നമുക്ക് അടുത്തടുത്ത സംഖ്യകളെ കുറച്ചപ്പം എത്ര നമുക്ക് കിട്ടിയത് 2. ഈ 2ന് പേരാണ് പൊതുവ്യത്യാസം. അതുപോലെ അടുത്ത സംഖ്യ തന്നെ 4 6 അപ്പൊ 6 - 4 എത്ര വരിക? അതും 2 തന്നെയാണ്. അടുത്ത് നമുക്ക് 8 - 6 എത്ര വരിക? അതും 2 തന്നെയാണ്. അതായത് അടുത്തടുത്ത സംഖ്യകൾ കുറച്ചപ്പോ ഒരേ സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം എന്ന് പറയുക. CD കോമൺ ഡിഫറൻസ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യമാണ് 2:1 2:2 2:3. ഇതൊരു ശ്രേണിയാണ് അല്ലെ? 2ന്റെ കൃതികളുള്ള ഒരു ശ്രേണിയാണിത്. എത്ര വരിക? 2:2 പറഞ്ഞാൽ എത്ര? 2. 2:4 പറഞ്ഞാൽ 4. 2:2 പറഞ്ഞാൽ 4. 2:3 പറഞ്ഞാൽ എത്ര വരിക? 8 അല്ലെ? ഇതാണ് ഈ ശ്രേണിയാണ് നമ്മൾ മുകളിൽ എഴുതിയത്. അപ്പോ ഇതിന് കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കില്ല എങ്ങനെ? 4 - 2 4 - 2 സമം എത്ര വരിക? 2. അടുത്തത് എത്ര വരിക? 8 - 4 എത്ര വരിക? 4. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം, നമുക്ക് ഇവിടെ എത്ര കിട്ടിയത്? കോമൺ ഡിഫറൻസ് 2. അപ്പൊ അതുകൊണ്ട് ഇത് സമാന്തര ശ്രേണിയായിരിക്കും. ഇവിടെ 2ന്റെ കൃതികളുള്ള ഒരു ശ്രേണിയാണ്. പക്ഷെ ഇതിന്റെ കോമൺ ഡിഫറൻസ് നമുക്ക് ആദ്യം ചെയ്തപ്പോ 2, രണ്ടാമത് ചെയ്തപ്പോ 4, മൂന്നാമത് ചെയ്തപ്പോ വേറെ സംഖ്യ കിട്ടുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് എന്തല്ല? സമാന്തര ശ്രേണിയല്ല. ഇതെന്തല്ല? സമാന്തര ശ്രേണിയല്ല. മുകളിലത്തെ സമാന്തര ശ്രേണി. കാരണം എന്താണ്? പൊതുവ്യത്യാസം എല്ലാം തുല്യമാണ്. ഇവിടെ വ്യത്യാസമുണ്ട്. പൊതുവ്യത്യാസം കണ്ടുപിടിക്കൽ എങ്ങനെയാണ്? അടുത്തടുത്ത സംഖ്യകളെ കുറച്ചാല് ഒരേ സംഖ്യകളാണ് ആ ശ്രേണിയിലെ അടുത്തടുത്ത സംഖ്യകളെ കുറച്ച് കിട്ടുന്നത് ഒരേ സംഖ്യകളാണെങ്കിൽ, അല്ലെങ്കിൽ ആ പൊതുവ്യത്യാസം ഒരേ സംഖ്യയാണെങ്കിൽ അതിനെ സമാന്തര ശ്രേണി എന്ന് പറയും, അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറയുകയില്ല. സമാന്തര ശ്രേണി ഏതാണ്, സമാന്തര ശ്രേണി അല്ല എന്ന് മനസ്സിലായില്ല? ചുവടെ പറഞ്ഞിരിക്കുന്ന ഇത് പ്രകാരം ഈ സമാന്തര ശ്രേണികൾ പ്രകാരം കുറച്ച് ചോദ്യങ്ങൾ പേജ് നമ്പർ 13 കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കാം നമുക്ക്. ചുവടെ പറഞ്ഞിരിക്കുന്ന ശ്രേണികൾ ഓരോന്നും സമാന്തര ശ്രേണിയാണോ എന്ന് തീരുമാനിക്കുക. കാരണം എഴുതണം. സമാന്തര ശ്രേണിയാണെങ്കിൽ പൊതുവ്യത്യാസവും എഴുതണം. അതാണ് ചോദ്യം. ഒന്നാമത്തെ ചോദ്യം. അതിൽ ഒന്നാമത്തത് 4 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന സംഖ്യകൾ. 4 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന, അതായത് ശിഷ്ടം 1 വരുന്ന സംഖ്യകൾ. ഇതാണ് ശ്രേണി. അതെങ്ങനെ കണ്ടുപിടിക്കുക? 4 കൊണ്ട് ഹരിച്ചാലുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ചോദ്യമാണ്. പേജ് നമ്പർ 13 ഒന്നാമത്തെ ചോദ്യത്തില് ഒന്നാമത്തെ പാർട്ട് 1 വരും. 4 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന സംഖ്യകൾ. അപ്പോ 4 കൊണ്ട് ഹരിച്ചാൽ അല്ലെങ്കിൽ 4ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 4ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെ നമുക്കറിയില്ല. ഒന്നാമത്തെ 4, 8, 12, 16. ഇതാണ് 4ന്റെ ഗുണിതങ്ങൾ. 4ന്റെ ഗുണിതങ്ങളാണ് 4, 8, 12, 16. പക്ഷെ നമ്മളോട് ചോദിച്ച ചോദ്യം എന്താണ്? 4 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 1 വരും, ശിഷ്ടം 1 വരുന്ന സംഖ്യകൾ. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? ശിഷ്ടം 1 കിട്ടുമാണോ? 4നെ 4 ഹരിച്ചാൽ നമുക്ക് എത്ര 0 കിട്ടും. അവിടെ ശിഷ്ടം 1 വരുന്നത്. അപ്പൊ 1 അവിടെ നമ്മൾ കൂട്ടിയാൽ പോരെ? എത്ര വരിക? ഫസ്റ്റത്തെ സംഖ്യ 5, പിന്നെ 8 രണ്ടാമത്തെ സംഖ്യ, അത് 1 കൂട്ടിയാൽ 9. അടുത്തത് 12 1 കൂട്ടിയാൽ 13, 16 1 കൂട്ടിയാൽ 17. ഇതായിരിക്കും എന്ത്? 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 കിട്ടുന്ന സംഖ്യകളാണ് എന്ത്? 5, 9, 13, 17. ഇതില് ഫസ്റ്റത്തെ സംഖ്യ എന്ന നിലക്ക് എന്ത് ചെയ്യാ? 1 എന്ന് നമ്മൾ എഴുതി കൊടുക്കുക. അപ്പൊ 1, 5, 9, 13, 17. ഇതാണ് എന്ത്? 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 കിട്ടുന്ന സംഖ്യകൾ. അപ്പോ ഇതാണ് നമുക്ക് സംഖ്യ ശ്രേണി കിട്ടുന്നത്. ഇതും രണ്ടും ശ്രേണിയല്ലേ? ഈ ശ്രേണി നമ്മളോട് ചോദിച്ച ചോദ്യം എന്താണ്? ചുവടെ കൊടുത്തിരിക്കുന്ന ശ്രേണികൾ ഓരോന്നും സമാന്തര ശ്രേണിയാണോ എന്ന് തീരുമാനിക്കുക. ഇതൊക്കെ ശ്രേണിയാണ്, പക്ഷെ സമാന്തര ശ്രേണിയാണോ എന്ന് എങ്ങനെ തീരുമാനിക്കുക? നമുക്കറിയാം, സമാന്തര ശ്രേണിയാണെങ്കിൽ എന്തായിരിക്കണം? അതിന്റെ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം തുല്യമാണെങ്കിൽ അതിനെന്ത് പറയാം? സമാന്തര ശ്രേണി എന്ന് പറയാം. എങ്ങനെയാണ് സമാന്തര ശ്രേണിയായിട്ട് കണ്ടുപിടിക്കുക? ഒന്നാമത്തെ പദം എത്രയാണ് കിട്ടിയത്? 1, രണ്ടാമത്തെ പദം 5, മൂന്നാമത്തെ പദം 9, നാലാമത്തെ പദം 13,
അടുത്തത് 17 ആണ്. കോമൺ ഡിഫറൻസ് തുല്യമാണെങ്കിൽ അതിനെന്ത് പറയും? സമാന്തര ശ്രേണി എന്ന് പറയും. അപ്പൊ 5 മൈനസ് 1 അല്ലെ, തൊട്ടടുത്ത സംഖ്യയെ കുറയ്ക്കുക. 5 മൈനസ് 1 പറഞ്ഞാൽ എത്രയാണ്? 4 അല്ലെ. ഇവിടെ നമുക്ക് പൊതുവ്യത്യാസം എത്ര കിട്ടിയത്? 4 ആണ്. കോമൺ ഡിഫറൻസ് 4 ആണ്. ഇനി അടുത്തത് എത്ര വരിക? 9 മൈനസ് 5 എത്ര വരിക? 4. അടുത്തത് എത്ര വരിക? 13 മൈനസ് 9 4 അല്ലെ. അടുത്തത് 17 മൈനസ് 13 എത്ര വരിക? 4. ഇവിടെ ശ്രദ്ധിക്കുക, കോമൺ ഡിഫറൻസ് തുല്യമാണെങ്കിൽ അതിനെന്ത് പറയാം? സമാന്തര ശ്രേണി എന്ന് പറയാം. അപ്പൊ നമുക്ക് തന്ന ഫസ്റ്റത്തെ ചോദ്യത്തില് 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 കിട്ടുന്ന സംഖ്യാശ്രേണി, അതിന്റെ കോമൺ ഡിഫറൻസ് 4 ആയതിനാൽ, പൊതുവ്യത്യാസം 4 ആയതിനാൽ അതിനെ നമുക്ക് എന്ത് പറയാം? സമാന്തര ശ്രേണി എന്ന് പറയാം. ഈ ഒന്നാമത്തെ ചോദ്യത്തിലുള്ള ശ്രേണി എന്താണ്? സമാന്തര ശ്രേണിയാണ്. കാരണം എന്താണ്? കാരണം അതിന്റെ പൊതുവ്യത്യാസം 4 ആയതുകൊണ്ട് സമാന്തര ശ്രേണിയാണ്. സമാന്തര ശ്രേണി നമ്മളോട് 2 ചോദ്യമാണ്, 2 ഇതാണ് പറഞ്ഞത്. ഒന്ന് സമാന്തര ശ്രേണിയാണോ തെളിയിക്കുക. സമാന്തര ശ്രേണിയാണ്. കാരണം എന്താണ്? പൊതുവ്യത്യാസം 4 ആണ് എന്നതുകൊണ്ട് അത് സമാന്തര ശ്രേണിയാണ്. ഇനി രണ്ടാമത്തത് എ സമാന്തര ശ്രേണിയാണ് എന്ന് നമുക്ക് കിട്ടി അല്ലെ. സമാന്തര ശ്രേണിയാണ്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? 4 കൊണ്ട് ഹരിച്ചാൽ 1 അല്ലെങ്കിൽ 2 മിച്ചം വരുന്ന സംഖ്യകള്. 1 അല്ലെങ്കിൽ 2 മിച്ചം വരുന്ന സംഖ്യകള് അതൊക്കെ വരിക? 1 അല്ലെങ്കിൽ 2 ശിഷ്ടം വരണം. അപ്പൊ നമുക്ക് കിട്ടി 1 ശിഷ്ടം എന്ന സംഖ്യകൾ നമുക്ക് കിട്ടി അല്ലെ. ഇനി 2 ശിഷ്ടം എന്ന സംഖ്യകൾ എങ്ങനെ കണ്ടുപിടിക്കും? 1 ശിഷ്ടം എന്ന സംഖ്യയുടെ ശ്രേണി എത്ര വരിക? 1 5 9 13 എക്സെട്ര അല്ലെ. ഇതാണ് 4 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരിക. ഇനി നമ്മളോട് അതേപോലെ തന്നെ 2 ശിഷ്ടം വരുന്ന സംഖ്യകൾ ചോദിക്കുന്നുണ്ട്. 2 ശിഷ്ടം വരുന്ന സംഖ്യകൾ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? അതായത് ഇതാണ് നമ്മൾ 4 കൊണ്ട് ഹരിച്ചാൽ 0 കിട്ടുന്ന ശ്രേണി ഇതാണെങ്കിൽ 4 8 12 16 ആണെങ്കിൽ 2 ആണ് കിട്ടുക. അപ്പൊ ഫസ്റ്റത്തെ സംഖ്യ എത്ര വരിക? 6 അല്ലെ. 6. അടുത്തത് 10 2 ആണ് ഇതിനൊക്കെ ശിഷ്ടം വരിക അല്ലെ. 12 പിന്നെ 16 ഇതാണ് ആ ശ്രേണി വരിക അല്ലെ. ഇങ്ങനെയല്ലേ ശ്രേണി വരിക? അതെ, ഇതാണ് ആ ശ്രേണി വരിക. അങ്ങനെയാണെങ്കിൽ 1ഉം 2ഉം ആണ് നമ്മളോട് ചോദിച്ചത്. 1ഉം 2ഉം. അപ്പൊ ആ 1ഉം 2ഉം കൂട്ടിയാണുള്ള ആ ശ്രേണിന്റെ പേര് എങ്ങനെ എഴുതുക? 1 പിന്നെ അടുത്തത് എത്ര വരിക? 5 അല്ലെ. 1 സോറി, ഇവിടെ 2 നമുക്ക് ശിഷ്ടം വരുന്നത്. 2 നമുക്ക് ശിഷ്ടം വരിക. അപ്പൊ ഫസ്റ്റ് സംഖ്യയിലെ ഈ ശ്രേണിയിലെ ഫസ്റ്റ് സംഖ്യ 2 ആയിരിക്കും. 1 പിന്നെ 2 പിന്നെ നമുക്ക് 5 അത് തുടർച്ചയായിട്ട് ഇങ്ങനെ എഴുതുക. 6 പിന്നെ 9 പിന്നെ 10 ഇതാണ് ആ ശ്രേണി വരിക. ഇങ്ങനെ 4 കൊണ്ട് ഹരിച്ചാൽ 1ഉം 2ഉം കിട്ടുന്ന സംഖ്യാ ശ്രേണിയാണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പൊ 1 2 5 6 9 10 ഇതാണ് സംഖ്യാശ്രേണി. ഈ ശ്രേണി സമാന്തരമാണോ എന്ന് നോക്കുക. അതിന്റെ പൊതുവ്യത്യാസം എത്ര എന്ന് കണ്ടുപിടിക്കാം. നമുക്കറിയാം സമാന്തര ശ്രേണിയാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കുക? അതിന്റെ പൊതുവ്യത്യാസം തുല്യമാണെങ്കിൽ അത് ആ സംഖ്യാശ്രേണിയെ സമാന്തര ശ്രേണി എന്ന് പറയാം. അപ്പൊ നമ്മൾ ചെയ്ത് നോക്കുക. 2 മൈനസ് 1 എത്ര വരിക? അടുത്തടുത്ത സംഖ്യ കുറച്ചാൽ ഒരേ സംഖ്യയാണ് കിട്ടുന്നത് നോക്കാം. 2 മൈനസ് 1 എത്രയാണ്? 1. അടുത്ത് നോക്കുക. 5 മൈനസ് 2 5 മൈനസ് 2 എത്ര വരിക? 3. അടുത്ത് നോക്കുക. 6 മൈനസ് 1 6 മൈനസ് 5 സോറി 6 മൈനസ് 5 സമം 1. അടുത്ത എത്ര? 9 മൈനസ് 6 9 മൈനസ് 6 സമം എത്ര വരിക? 3. അപ്പൊ ഇവിടെ പൊതുവ്യത്യാസം തുല്യാണോ? അല്ല. ഫസ്റ്റത്തെ 1 കിട്ടിയത്, പിന്നെ 3 കിട്ടിയത്, പിന്നെ 1 കിട്ടുന്നത്, പിന്നെ 3 വ്യത്യാസമാണ്. അപ്പൊ അതുകൊണ്ട് ഈ സംഖ്യാശ്രേണി എന്തല്ല? സമാന്തര ശ്രേണി അല്ല. കാരണം എന്താണ്? പൊതുവ്യത്യാസം വ്യത്യസ്തമായതിനാൽ ഇത് സമാന്തര ശ്രേണി അല്ല. മനസ്സിലായില്ലേ? നമ്മൾ മുകളിൽ ചെയ്തത് സമാന്തര ശ്രേണിയാണ്, പക്ഷെ രണ്ടാമത്തത് സമാന്തര ശ്രേണി അല്ല. അപ്പൊ ഒന്നാമത്തെ രണ്ടാമത്തെ ചോദ്യം മനസ്സിലായില്ല? സംഖ്യകളുടെ വർഗ്ഗങ്ങൾ അടുത്ത ചോദ്യമാണ്. എണ്ണാഴ്ച നമ്മളോട് പറഞ്ഞത് എന്താണ്? ഒരു ശ്രേണി തരും, അത് സമാന്തര ശ്രേണിയാണോ, അതിന്റെ പൊതുവ്യത്യാസം എത്രയെന്ന് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അടുത്തതാണ് എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങൾ. എന്താണ് എണ്ണൽ സംഖ്യകൾ എന്താണെന്ന് ആദ്യം അറിയാം. എന്താണ്? 1 2 3 4 5 അങ്ങനെ പോകുന്നതാണ് എണ്ണൽ സംഖ്യകൾ.
അപ്പൊ അതിന്റെ വർഗങ്ങളുടെ ശ്രേണിയാണ് നമുക്ക് കിട്ടേണ്ടത്. ഒന്നിന്റെ വർഗങ്ങൾ എത്രയാണ്? 1, 2-ന്റെതോ 4, 3-ന്റെ വർഗം എത്ര? 9, 4-ന്റെ വർഗം എത്ര? 16. ഇതാണ് ശ്രേണി അല്ലേ? ഇതാണ് നമുക്ക് ശ്രേണി. അടുത്ത എത്ര ആയിരിക്കും? 5-ന്റെ വർഗം എത്രയാണ്? 25 അല്ലെ? അതായത് 1, 4, 9, 16. ഇതൊരു സംഖ്യാ ശ്രേണിയാണ്. ഇനി ഈ ശ്രേണി നമ്മളോട് ചോദിക്കുന്നത് സമാന്തര ശ്രേണിയാണോ അത് പൊതുവ്യത്യാസം എത്രയാണ്? പൊതുവ്യത്യാസം നമ്മൾ പക്ഷെ പൊതുവ്യത്യാസം എത്രയാണ് നോക്കുക. 1, 4, 9, 16, 25 എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ സംഖ്യ നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. 4 - 1 എത്രയാണ്? 3 അല്ലേ വരിക? അതെ. അടുത്ത പൊതുവ്യത്യാസം 9 - 4 എത്ര വരിക? 5. അടുത്ത എത്ര വരിക? 16 - 9 എത്ര വരിക? 16 - 9 7 വരിക. 7, 9 അതെ 7. അതായത് 3, 5, 7 അങ്ങനെ വ്യത്യസ്ത സംഖ്യകളായിട്ടാണ് വരിക. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പൊതുവ്യത്യാസം എത്രയാണ് വരുന്നത്? വ്യത്യസ്തമാണ്, ഒരേ സംഖ്യ അല്ല. ഒരേ സംഖ്യ ആണെങ്കിൽ മാത്രമേ സമാന്തര ശ്രേണി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് വ്യത്യസ്തമായതിനാല് 3, 5, 7 അങ്ങനെ വ്യത്യസ്തമായതിനാല് ഈ ശ്രേണി എന്തല്ല? സമാന്തര ശ്രേണി അല്ല. സമാന്തര ശ്രേണി അല്ല, പൊതുവ്യത്യാസം വ്യത്യസ്തമായതിനാല്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യന് എത്ര വരിക? എന്താ ചോദ്യം? എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങൾ നമ്മൾ ചെയ്തു. ഇനി അടുത്ത് എണ്ണൽ സംഖ്യകളുടെ വിപരീത ഭിന്നങ്ങൾ. എണ്ണൽ സംഖ്യകളുടെ വിപരീത ഭിന്നങ്ങൾ അതെങ്ങനെ കണ്ടുപിടിക്കുക? വിപരീത ഭിന്നം അംശം ഛേദമുണ്ടായിരിക്കും. നേരെ തിരിച്ചെഴുതാം. 1-നെ നേരെ തിരിച്ചെഴുതാൽ 1/1. അടുത്ത ഡി ആണ്. 1-നെ വരിക. അടുത്തത് 1/2 വിൽക്രമായിട്ട് വരും. അതായത് നേരെ ഇത് അംശം ഛേദമായിട്ട് എഴുതും. 3-ന്റെ വിപരീതം 3/3. അടുത്തത് 1/4. ഇതാണ് എന്ത് തന്നെ? എണ്ണൽ സംഖ്യയുടെ വിപരീത ഭിന്നങ്ങൾ. എണ്ണൽ സംഖ്യയുടെ വിപരീത ഭിന്നങ്ങൾ ഇതെങ്ങനെ ശരിക്കും ശ്രദ്ധിക്കുക? അംശം ഛേദമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ശരിക്കും ശ്രദ്ധിക്കുക. ഇതെങ്ങനെ കണ്ടുപിടിക്കുക? ഇത് ഒരു സമാന്തര ശ്രേണിയാണോ എന്ന് കണ്ടുപിടിക്കാം. അപ്പൊ സമാന്തര ശ്രേണിയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? പൊതുവ്യത്യാസം തുല്യമാവണം, എന്നാലേ സമാന്തര ശ്രേണിയാവും. അല്ലെങ്കിൽ എന്തായാലും സമാന്തര ശ്രേണിയാവില്ല. ശ്രേണി ആയിരിക്കാം, പക്ഷെ സമാന്തര ശ്രേണിയാണെങ്കിൽ അതിലെ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് തുല്യമായിരിക്കണം. അപ്പോ ആദ്യം 1/2 - 1/1 ഇതല്ലേ ചെയ്യാം. ഇതെങ്ങനെ ചെയ്യാം? ഇതിന്റെ ഛേദം തുല്യല്ല. അപ്പൊ എന്ത് ചെയ്യാം? ഛേദം തുല്യമില്ലെങ്കിൽ എന്ത് ചെയ്യണ്ടേ? ഗുണിക്കുക. 2 ഛേദം പൊതുവായിട്ട് എടുത്തു, എന്നിട്ട് 2 ഭാഗത്തായിട്ട് ഗുണിച്ചാൽ പോരാ. അപ്പൊ 1 × 1 1 മൈനസ് 2 × 1 2 സമത്ര വരിക. 1 - 2 1 - 2 -1/2. ഇതാണ് അതിന്റെ പൊതുവ്യത്യാസമായിട്ട് വരുന്നത്. ഫസ്റ്റത്തെ സംഖ്യന്റെ പൊതുവ്യത്യാസം -1/2. ഇനി അടുത്ത് കണ്ടുപിടിക്കാണ് 1/3 -1/2. ഇതെങ്ങനെ കണ്ടുപിടിക്കലേ? ഇതിന്റെ ഛേദം വ്യത്യസ്തമായതെല്ലാം ഗുണിക്കുക. എത്ര? 6 അല്ലേ? 6 കിട്ടൂലേ? അതിനെന്ത് ചെയ്യുക? ക്രോസ് ആയിട്ട് നമ്മൾ ഗുണിക്കുക. 1 × 2 2 -1 × 3 3 സമത്ര വരിക. -1/6 -1/6. ഇവിടെ മനസ്സിലായോ? ഫസ്റ്റത്തെ നമുക്ക് എത്ര? -1/2. രണ്ടാമത്തെ -1/6. ഇവിടെ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് വ്യത്യസ്തമാണ്, തുല്യമല്ല. അപ്പൊ ഈ ശ്രേണി നമുക്ക് എന്ത് പറയാം? സമാന്തര ശ്രേണി അല്ല എന്ന് പറയാം. കാരണം പൊതുവ്യത്യാസം തുല്യമല്ല. അപ്പൊ ഇതെന്തല്ല? സമാന്തര ശ്രേണി അല്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യന് 2-ന്റെ കൃതികൾ. 2-ന്റെ കൃതികൾ. കൃതി ഏതാ നിങ്ങൾ മനസ്സിലായോ? എന്താണ് 2-ന്റെ കൃതികള്? 2:1 2:2 2:3 2:4. ഇതാണ് 2-ന്റെ കൃതികള്. അതായത് 2-ന്റെ കൃതികൾ ആ ശ്രേണി എങ്ങനെ വരിക? 2:1 പറഞ്ഞാല് 2 2:4 4 2:2 4 2:8. അടുത്തത് 16 അല്ലെ? 8 × 2 16. പിന്നെ അടുത്ത് 16 ×
2 32 എക്സെട്ര. ഇതാണ് രണ്ടിന്റെ കൃതികൾ. ഇതാണ് ആ ശ്രേണിയായിട്ട് വരിക. 2 4 പിന്നെ 8 16 32. അങ്ങനെയാണെങ്കിൽ ഇത് സമാന്തര ശ്രേണിയാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണ്ടേ? അതിനെന്ത് ചെയ്യണ്ടേ? ഈ ശ്രേണി സമാന്തര ശ്രേണിയാണോ എന്നാണ് ചോദിക്കണത്. അതായത് പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് തുല്യമായാൽ നമുക്ക് ഇതിനെ സമാന്തര ശ്രേണി എന്ന് പറയാം. ആദ്യം നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. 4 - 2 എത്ര വരിക? 2. അടുത്തത് 8 - 4. 8 - 4 എത്ര വരിക? 4. മൂന്നാമത്തത് 16 - 8 എത്ര വരിക? 8. അടുത്തത് 32 - 16 എത്ര വരിക? 16 അല്ലേ? അതെ. അതായത് കോമൺ ഡിഫറൻസ് നമുക്ക് വ്യത്യസ്തമാണ് വരുന്നത്. 2 4 8 16 ഇത് വ്യത്യസ്തമല്ലേ? അപ്പൊ അതുകൊണ്ട് ഇതെന്തല്ല സമാന്തര ശ്രേണിയല്ല. കാരണം പൊതുവ്യത്യാസം തുല്യമല്ല. അപ്പൊ പൊതുവ്യത്യാസം തുല്യമായ ശ്രേണിയെ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? സമാന്തര ശ്രേണി എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാത്തതിനൊന്നും എന്ത് പറയാൻ പറ്റൂല? സമാന്തര ശ്രേണി എന്ന് പറയാൻ പറ്റൂല. പിന്നെ അതുപോലെ തന്നെ അടുത്ത ലാസ്റ്റത്തെ ചോദ്യമാണ്. അതിലെ ലാസ്റ്റത്തെ ചോദ്യമാണ് ഒറ്റ സംഖ്യകളുടെ പകുതി എന്നതാണ് നമുക്ക് അടുത്ത ചോദ്യം. എന്നിട്ട് വായിക്കാം. ഒറ്റ സംഖ്യകളുടെ പകുതി പറഞ്ഞാൽ ഒറ്റ സംഖ്യ പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? 1 3 5 7 എക്സെട്ര. ഇതാണ് ഒറ്റ സംഖ്യ. ഇതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാം? 1/2 3/2 5/2 7/2. ഇതാണ് ഒറ്റ സംഖ്യകളുടെ പകുതികൾ. ഒറ്റ സംഖ്യകളുടെ പകുതികളാണ് 1/2 3/2 5/2 7/2. ഇത് ഒരു സംഖ്യാ ശ്രേണിയാണ്. ഇത് സമാന്തര ശ്രേണിയാണോ? ഇതിന്റെ പൊതുവ്യത്യാസം എത്ര? ഇതാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം സമാന്തര ശ്രേണിയാണോ എന്ന് അറിയണമെങ്കിൽ പൊതുവ്യത്യാസം അടുത്തടുത്ത സംഖ്യകൾ കുറച്ച് നോക്കിയിട്ട് ഒരേ സംഖ്യകളാണോ എന്ന് നോക്കുക. അതാണ് പൊതുവ്യത്യാസം. അപ്പൊ 3/2 - 1/2 അല്ലെ? രണ്ടാമത്തെ സംഖ്യയിൽ മൂന്നാമത്തെ സംഖ്യ കുറക്കുക. അപ്പോൾ തുല്യമാണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓരോ സംഖ്യ നോക്കുക. ഇതിൽ ഛേദം 2 തുല്യമായതിനാൽ ഛേദം 2 ഇങ്ങനെ എഴുതാം. തുല്യമായിട്ട് എഴുതാം. 3 - 2 എത്രയാണ്? 2. അപ്പൊ എത്ര കിട്ടുക? 2/2 എന്നാൽ 1. അടുത്ത് നോക്കുക. 5/2 -3/2 സമത്ര വരിക 2. 5 -3 പറഞ്ഞാൽ അത് 2 വരിക അല്ലേ? 5 - 3 തന്നെ 2 അല്ലേ? ഛേദം തുല്യമായതിനാൽ ഇവിടെ കുറക്കാൻ വളരെ എളുപ്പമാണ്. അത് 1 തന്നെ കിട്ടും. അടുത്ത ചോദ്യം അടുത്ത എത്ര വരിക? 7/2 -5/2 സമത്ര വരിക ഛേദം തുല്യമായതിനാൽ ഒന്നിച്ച് എഴുതുക. 7 - 5 2 സമത്ര വരിക 1. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. നമ്മൾ ഇതുവരെ ചെയ്തത് ആദ്യത്തെ തൊട്ട് 2 3 4 ഒക്കെ ചെയ്തപ്പോൾ എന്താണ്? പൊതുവ്യത്യാസം വ്യത്യസ്തമായതല്ല. ആ ശ്രേണി എന്തായിരിക്കില്ല? സമാന്തര ശ്രേണി ആയിരിക്കില്ല. പക്ഷെ ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് അതായത് പൊതുവ്യത്യാസം 1. പൊതുവ്യത്യാസം എല്ലായിടത്തും എല്ലാ സ്ഥലത്തും എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 1 ആയതിനാൽ ഇത് ഈ ശ്രേണി എന്തായിരിക്കും? സമാന്തര ശ്രേണി. ഈ ശ്രേണി നമുക്ക് എന്താ പറയാ? സമാന്തര ശ്രേണി എന്ന് പറയാം. അതായത് ഒറ്റ സംഖ്യകളുടെ പകുതി എന്നുള്ള ഈ ശ്രേണി സമാന്തര ശ്രേണിയാണ്. കാരണം എന്താണ്? പൊതുവ്യത്യാസം തുല്യാണ്. പൊതുവ്യത്യാസം നമുക്ക് കിട്ടിയ 1 എന്നാണ്. എല്ലാത്തിന്റെയും പൊതുവ്യത്യാസം 1 ആയതിനാൽ ഇതൊരു സമാന്തര ശ്രേണിയാണ്. അതിന്റെ കോമൺ ഡിഫറൻസ് 1 ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇതോടുകൂടി നമ്മള് പേജ് നമ്പർ 13 ഒന്നാമത്തെ ചോദ്യമാണ് ഇപ്പൊ ചെയ്തത്. ഇനി 2ഉം 3ഉം ചെയ്യാറുണ്ട്. അത് നാളത്തെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഫുൾ സപ്പോർട്ടും നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാവണം. അതിനുവേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കണൊക്കെ അമർത്തി ചാനലിനെ ഫുൾ സപ്പോർട്ട് തരണമെന്ന് അറിയിക്കുകയാണ്. ഓക്കെ.